കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടയിലുള്ളത്. കാരണം നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ ആവേശത്തിൻ്റെ കാഴ്ചകൾ കണ്ടതാണ്. നമുക്കിപ്പം മിനിസ്റ്ററും സന്നിധാനത്തിനും എളിഞ്ഞക്കൂട്ടൻ ടീമും ഒക്കെ എന്താ പറയുക, പൂരാവേശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചതാണ്. ഇപ്പോൾ വരുന്നവരെല്ലാം തൃശ്ശൂരുകാരും മറ്റു പുറത്തുനിന്നുള്ളവരൊക്കെ കുടുംബങ്ങൾ, അച്ഛനുമാരും മക്കളും ഒക്കെ വന്ന് ഇതൊക്കെ കണ്ട്, ഇതൊക്കെയാണ് തൃശ്ശൂർ തെക്കേ ഗോപുര നട, എവിടെയാണ് കുടമാറ്റം നടക്കുന്നതെന്നൊക്കെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വളരെ ശാന്തരായി തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വളരെ എന്താ ഒരു സ്വച്ഛമായ ഒരു വൈബ് ആസ്വദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയാണ്, വളരെ ശാന്തമാണ്. ഇത്രയും വലിയ ആരവത്തിനുള്ള ഒരുക്കമാണ് നാളെ നടക്കാൻ പോകുന്നത്. ആ ആരവത്തിന് മുൻപ് വളരെ ശാന്തം, അത് ഞാൻ പറഞ്ഞു, വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. എല്ലാവരും വന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോവുകയാണ്. ഇന്ന് രാവിലത്തെ അറിയാലോ, എറണാകുളം ശിവകുമാറും എൻ്റെ ശിരസിലേറി നെയ്തലക്കാവിലമ്മ ഇവിടെയാണ് ഈ തെക്കേ ഗോപുര നട തുറന്നു വന്നപ്പോൾ എന്തൊരു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആൾക്കൂട്ടമാണ് സ്വീകരിക്കാൻ. ആർപ്പുവിളികളുമായി നെയ്തലക്കാവിലമ്മയും എറണാകുളം ശിവകുമാറിനെയും സ്വീകരിക്കുന്ന കുട്ടികളും വലിയവരും അടക്കം പലയിടങ്ങളിൽ നിന്ന് വന്നവർ അത്ര ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അപ്പോൾ നാളെ എന്താണ് സംഭവിക്കാനിരിക്കുന്നത് ഇന്നത്തെ ആ കാഴ്ച കാണുമ്പോൾ നമുക്കറിയാം. ഇതിലേറെ ആളുകൾ നാളെ, കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിലേറെ തിരക്ക് നാളെ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മഴ ചതിക്കുമോ എന്നൊക്കെ നമ്മൾ കരുതിയതാണ്. പക്ഷേ നമ്മളൊപ്പം വന്ന ചില ഗായകരൊക്കെ വടക്കുന്നാഥിനോടും പ്രകൃതിയോടും ഒക്കെ പാട്ട് പാടുന്ന മനോഹരമായ അനുഭവങ്ങളായിരുന്നു. അനൂപ് ശങ്കർ, പൃഥ്വി തുടങ്ങിയവരൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷമൊക്കെ ക്ലിയറായി, മേഘങ്ങളങ്ങ് മാറിയില്ലെങ്കിലും മഴയില്ല, സ്വസ്ഥമായ അന്തരീക്ഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ കാലാവസ്ഥയാണ് നാളെങ്കിൽ നമ്മളങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ തന്നെ പാതിക്ക് മുറിഞ്ഞു പോയ ആ രസക്കാഴ്ചകളൊക്കെ തന്നെ 10 മടങ്ങ് രസക്കാഴ്ചകളോടുകൂടി തന്നെ ഇത്തവണ പൂരനഗരിയിൽ നമുക്ക് കാണാൻ കഴിയും.